പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കലാണ് ചെയ്യാൻ പോകട്ടെന്ന് കേട്ടെടുത്തോളം ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നും. അപ്പൊ അല്ല ഞങ്ങൾ പുതിയ കാർ തരാമെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യാണ്, പച്ചയായി യാഥാർത്ഥ്യം. 2,15,000 നിങ്ങൾ അടയ്ക്കണമെന്ന്. അതായത് 2026 ഡിസംബർ വരെ നമ്മൾ അടയ്ക്കണമെന്ന്. ഈ 13,708 രൂപ. ഈ സാധാരണക്കാരൊക്കെ പറ്റിക്കുന്നത് ചിലപ്പോ അങ്ങനെയൊക്കെ പറ്റിയായിരിക്കും. വേണമെങ്കിൽ നീയത്തിന്നാ ധൈര്യമായിട്ട് അവൊന്നും ചെയ്യില്ല ഞങ്ങളില്ലേ. അതാ അവൻ നീയപ്പം തന്നെ ഓടി വരുന്നത്. എങ്ങനെയുണ്ട്? രസല്ലേ? നല്ല രസല്ലേ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ആദ്യകാലങ്ങളിലേ ഞാൻ പാചകം ചെയ്യും ഇവിടെ. സരിത കുറേ കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വരും. അങ്ങനെ പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കലാണ് ചെയ്യാൻ പോകട്ടെന്ന്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്യാൻ പോണ്. അവളെ ടേസ്റ്റ് ചെയ്യാൻ മാത്രം വിളിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ തുന്തുരു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2003 കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ 22 കൊല്ലം കഴിഞ്ഞു കേട്ടോ. ആ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവാറിനേലും മുമ്പ് തന്നെ തുന്തുരു മറ്റേ ഈ ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്നത് പഠിക്കാനായിട്ട് നമ്മുടെ ഇങ്ങോട്ട് പോയി. പൂത്തോള്, തൃശ്ശൂർ പൂത്തോള്, അവിടെ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഷെഫായി ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അവർക്ക് പഠിപ്പിക്കുന്നതിൽ അവർക്കൊരു പുസ്തകം അവർക്കുണ്ടായിരുന്നു, പരിശീലന പാചകത്തിൻ്റെ പുസ്തകങ്ങൾ, പാചകത്തിൻ്റെ റെസിപ്പി. ഇപ്പോൾ ഇവരൊക്കെ എഴുതില്ലേ, മറ്റേ ഈ മിസ്സിസ് കെ.എം. മാത്യു ഇവരൊക്കെ എഴുതുന്ന പോലെയുള്ള ഒരു സാധനം. അപ്പോൾ അതുപോലത്തെ പറഞ്ഞത് അത് തുന്തുരുവിന് പിന്നെ അതിന് ആവശ്യമില്ല. അവൻ പോയി, അവൻ ഈ കോണ്ടിനെൻ്റ് അങ്ങനത്തെ ഇതായിട്ട് പഠിക്കാൻ പോയി. ഇതിലെല്ലാ വിഭാഗങ്ങളും ഉണ്ട്. ഇവരെന്നെ എഴുതി തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്, റെസിപ്പികൾ ഓരോന്ന് ചീപ്പിച്ച് ഇതാക്കുന്നത്. അപ്പോൾ ആ ബുക്ക് സരിതര വീട് പൊളിച്ചു. മറ്റേ പണ്ടത്തെ ഒരു ചെറിയൊരു ഓടിട്ട വീടായിരുന്നു, അത് പൊളിച്ചിട്ട് പിന്നല്ല ഇപ്പോഴത്തെ വീട് പണിതത്. അത് പൊളിച്ചപ്പോൾ ആ ബുക്ക് ഒരു സ്ഥലത്ത് പോയി. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞിട്ട് പിന്നെ ആ പുതിയ വീട് പണിത് ഇതായിപ്പോൾ അവിടെ ഈ ബുക്ക് എടുക്കണ്ടായിരുന്നു. ഈ ബുക്ക് മാത്രം നശിച്ചു പോയില്ല. അപ്പം ഞാൻ ആ ബുക്ക് എടുത്തു കൊണ്ടു. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ വേറെ രീതിയിലുള്ള പേരുകളുണ്ട്. ഓറിയൻ്റൽ ചിക്കൻ ബീറ്റ്സ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. ഞാൻ ജീവിതത്തിൽ ഈ സാധനം എന്തിനാന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളൊരു കോഴീനെ അങ്ങോട്ട് എടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഇതിനെ തൊലിയൊക്കെ പൊളിച്ച് കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്യണം. സരിത പറഞ്ഞിട്ട് മേത്തിക്ക് ഈ സാധനങ്ങളൊന്നും ആവാണ്ടിരിക്കാൻ, തെറിക്കാണ്ടിരിക്കാൻ എന്നോട് ഈ സാധനം കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സാധനം കെട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കഷ്ണങ്ങളാക്കാന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കിയപ്പോൾ അവർ തരും. അപ്പോൾ ഞാനത് നമുക്ക് തന്നെ ആവശ്യമുള്ള എടുക്കാൻ, ബാക്കിയുള്ളത് മറ്റേ കുറേ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മുടെ ചാർലിക്ക് ഇമ്രാനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇതിൽ കോഴിയിലേ കഴുത്ത് പാടില്ല, പിന്നെ പുറത്തെ ഭാഗം പാടില്ല, അങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. നല്ല എല്ലിന് കട്ടിയില്ലാത്ത പീസുകൾ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് ഇതൊന്ന് ഞാൻ മുറിക്കാൻ പോവാണ്. എനിക്ക് ഈ കോഴീനെ മുറിച്ചിട്ട് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പം മാംസളമായ കഷ്ണങ്ങൾ എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ കഴുത്ത് വേണ്ട, ഇങ്ങനത്തെ പീസാണ് വേണ്ടത്. കണ്ട ഈ പീസ്, ഇത് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ നുറുക്കണം. ബലമുള്ള എല്ലിൻ്റെ ബലമുള്ള കഷ്ണങ്ങൾ വേണ്ട എന്നാണ് പറഞ്ഞു പോണത്. അതിൽ ആവശ്യത്തിന് എടുക്കാട്ടാ. എനിക്ക് കേട്ടെടുത്തോളം ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇതിരിക്കുന്നു കേട്ടോ, ഒരു പാത്രത്തേക്ക് ഇത് ഇങ്ങനത്തെ പീസുകളാക്കിയിട്ട് ഇടുന്നു. കേട്ടെടുത്തോളം എന്നല്ല, അത് റെസിപ്പി വായിച്ചിടത്തോളം മുട്ടിയല്ലത്, അതായതാണ് ശബ്ദം. ഈ സാധനം ഈ തകിടല്ലേ, ഇത് സ്റ്റീലിൻ്റെ ആണല്ലോ, ഇത് ഒക്കെ ഇളകല. അപ്പം ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കട്ടെ കേട്ടോ മുഴുവൻ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിന് കേട്ടോ. കൂടുതൽ എല്ലാം അധികം ഇല്ലാത്ത കഷ്ണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ മാഷ് കഴിയിട്ട് നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഇറച്ചിന്ന് കഴിയിട്ട് വരാം. എന്താ എൻ്റെ പിടുത്തം.
അപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകിയിട്ടാണ് ഇതൊരു 450 ഗ്രാമിലധികം ഉണ്ട് കേട്ടോ. 500 ഗ്രാം ഉണ്ടാവും തോന്നുന്നു. ഞാൻ അളവ് നമുക്ക് നോക്കാൻ പറ്റിയില്ല, തൂക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടണം കേട്ടോ. ഇനിയുള്ളത് സോയാ സോസാണ് കേട്ടോ. സോയാ സോസ് നമുക്ക് ഒരു 3 ടീസ്പൂൺ ഒഴിക്കാം. 1 2 3 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു. പിന്നെയുള്ളത് ദി വോർസെസ്റ്റർഷയർ സോസ്. ഇത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, ദിലീപൊക്കെ അങ്ങനെ വായിൽ വിരൽ വെച്ചിട്ട് പറയുന്നത് അങ്ങനത്തെ സാധനം. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് വായിലിട്ടിട്ട് വായ പൊള്ളിയുമ്പോൾ നമ്മളിങ്ങനെ പറയാൻ പറ്റില്ല, അതുപോലെ പറയണേ അതിൻ്റെ പേര്. അത് നമുക്ക് 1 ടീസ്പൂൺ ഒഴിക്കാം കേട്ടോ. ഇതിൻ്റെ മണം ഒരു വെറൈറ്റി മണം. ഒലീവ് ഓയിൽ കേട്ടോ. ഒലീവ് ഓയിൽ 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ സാധനമാണിത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇനിയുള്ളത് നമ്മുടെ ഉപ്പാണ്. ഉപ്പ് ഇതിൽ സോയ സോസ് ഒഴിച്ച കാരണം ഉപ്പ് ഇത്തിരി ഉണ്ടാവും. നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കണു. ഇനി ഇത് 2 മണിക്കൂർ നേരം നമ്മൾക്കിത് മൂടി വയ്ക്കണം. 2 മണിക്കൂർ നേരം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കഴിഞ്ഞു. ഇനി ഞാൻ കുളിച്ച് സെറ്റായി വരുമ്പോഴേക്കും 2 മണിക്കൂർ കഴിയിട്ടാ. എൻ്റെ കുളി 2 മണിക്കൂറുണ്ടെന്നല്ല പറഞ്ഞത്, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ നമ്മൾ. അപ്പോൾ ഇത് അകത്ത് കൊണ്ട് വയ്ക്കാം, മൂടി വയ്ക്കാം. വട്ടമേശ സമ്മേളനം 4 തവളകൾ നമ്മുടെ പോണ്ടിൽ വട്ടമേശ സമ്മേളനം പോലെ താമര ഒരുത്തൻ ചാടി തടസ്സം സൃഷ്ടിക്കാൻ നോക്കി. നമ്മൾ 2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തു. എന്താ സരി തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ടേസ്റ്റ് ചെയ്യാനല്ലേ വരുള്ളൂ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് പണ്ട് വരുന്ന പോലെയുള്ള ഒരു ഓർമ്മപ്പടത്തിൽ കൂടിയിട്ടാണ് ഈ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വരാം, ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് വന്നോ ഇനി പോയിട്ട് ഇതെടുത്ത് ഇങ്ങനെ തിരിച്ചു പോകില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീ കത്തിക്കാൻ പോകണം. അയ്യോ, തീ കത്തിക്കാൻ പോകണം. വളരെ സിമ്പിൾ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ രുചിയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വെച്ച് നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. പാത്രം വലിപ്പമുണ്ട്. ഇവിടെ ഭയങ്കര അടിപിടിയാണ് അവർ രണ്ടുപേരെ കഴിച്ചിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ചോറ് കൊടുത്തുള്ളപ്പനെ ചോറ് കൊടുത്തപ്പോൾ ഇപ്പോഴല്ലേ കുറച്ച് സമയമായി ഓടികളിന് 2 പേരും അത് മേത്ത് വന്ന് വീണ ഇനി ചാർലി ചമ്മന്തിയാവും. ചാർലി നീ അതിൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ശരി, ഞങ്ങൾ പാചകത്തിലേക്ക് പോട്ടെ. നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിലാണ് ഒഴിക്കുന്നത് കേട്ടോ. കുറച്ച് ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ. ആ വെള്ളമല്ല അത് ഈ സോസുകളൊക്കെ ഇല്ലേ, വെള്ളം ഉണ്ടാവും ചിക്കനിലത്തെ, വെള്ളമൊക്കെ ഉണ്ടാവും. നീ കണ്ടില്ലല്ലോ. ആ എന്നിട്ട് ഇളക്കാം. ഇനി ചെറിയ തീയിൽ ഇതിനെ മുരിച്ചെടുക്കണം. മൂടിക്കാട്ടെ നമുക്ക്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ സമയമുണ്ട് നമുക്ക്, വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ചാർലിയുടെ എടുക്കുന്നുണ്ട്, ഇമ്രാൻ അവിടെ എടുക്കുന്നുണ്ട്, വേറൊരു സാധനം എടുക്കുന്നുണ്ട്, നമ്മുടെ കാറ് അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. 3 പേരും 3 സ്ഥലത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു സംഭവം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് നീ എന്താ ഇവിടെ നിന്നിട്ടൊക്കെ പറയണത്. അപ്പോൾ നീ കാണാനാണെങ്കിൽ അല്ല എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ. അതേ നിങ്ങൾക്കറിയാലോ, നമ്മൾ കാറ് വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാറ് വാങ്ങിച്ചിട്ടുള്ളത്. ലോൺ എടുത്തിട്ടാണ് കാറ് വാങ്ങിച്ചത്. വരുമാനം കിട്ടി തുടങ്ങിയതിന് ശേഷം കുറച്ച് വരുമാനം കിട്ടിയാണ്. 8,40,000 രൂപയായിരുന്നു ആ കാറിൻ്റെ വില അന്നത്തെ. അത്രയാണ് നമുക്ക് ലോൺ കിട്ടിയിട്ടുള്ളത്. 8,40,000 ആയിരുന്നു ലോൺ. 2019 ജൂൺ മാസത്തിലാണ് നമ്മൾ കാറ് വാങ്ങിച്ചിട്ടുള്ളത്. അന്ന് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ് കാറ് വാങ്ങിച്ചിട്ടുള്ളത്. എന്നാലും ഞാൻ കാറ് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 84 അടവാണ്. അതായത് 7 കൊല്ലത്തെ അടവാണ്. നമുക്ക് 13,708 രൂപ വെച്ചിട്ട് 84 അടവ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാറിൻ്റെ ഇതിപ്പോൾ 6 കൊല്ലം കഴിഞ്ഞു, ഒരു 2 മാസം കഴിഞ്ഞു. 6 കൊല്ലം 2 മാസം കഴിഞ്ഞു അടവ് അടച്ചിട്ടിട്ടാ. അല്ല, അടവ് അടച്ചിട്ടല്ല, അടവ് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നാൾ വെറുതെ നോക്കി ഇനി എന്തോരം ഇനി അടവുണ്ടെന്ന് നോക്കിയപ്പോൾ അതിലുണ്ട് 2,15,000 കാണുന്നു. അതായത് നമ്മൾ കണക്ക് പ്രകാരം 10 അടവ് അടയ്ക്കുന്നുണ്ടോ. അപ്പോൾ അതായത് 1,00,000
37,000 രൂപ അടയ്ക്കണ്ടോ? അതെ. അടയ്ക്കണ്ട. അതിന് പകരം 2,15,000 രൂപ അടയ്ക്കണം. അപ്പോൾ ഈ ബാങ്ക് ഓഫ് ബറോഡയിൽ തന്നെ ഈ ഒരു 3 കൊല്ലം കൂടുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് സാധനം ഞങ്ങൾ പോയിട്ടാ. അപ്പോൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 3 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒപ്പിടാൻ പോയിട്ടാണ്. അപ്പോൾ ഒപ്പിടാൻ പോയിപ്പോൾ അത് ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ ഈ പിന്നെ ഇൻഷുറൻസിൻ്റെ കോപ്പിയും അവർ കൊടുക്കണം. അതിൻ്റെ ഒരു കോപ്പി അത് വെറുതെ അവർ ഫയലിൽ കയറ്റി വയ്ക്കാനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു പുതിയ കാർ എടുക്കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അങ്ങനെ പുതിയ കാർ ഇത് അടവ് കഴിഞ്ഞിട്ടാണ് ഒന്ന് സമാധാനമായിട്ടിരിക്കാമെന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ അല്ല ഞങ്ങൾ പുതിയ കാർ തരാമെന്ന് പറഞ്ഞു. കാർ വെറുതെ താങ്ങി തരും, വെറുതെ അതൊന്ന് ഇളക്കാം. അല്ല കഥയല്ലത് യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യം. നമ്മുടെ പറയാറുള്ളതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണല്ലോ. അല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല അറിവും ബാങ്കിലൊക്കെ നല്ല ജോലിയുള്ളവരൊക്കെ ഇത് ഇങ്ങോട്ടാ ബാങ്കിലൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരെ ഉണ്ടാവില്ലോ. അപ്പോൾ അവർക്ക് അറിയാലോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് അറിയാലോ. അപ്പോൾ അവർ മറുപടി പറഞ്ഞു തരും. അപ്പോഴുണ്ട് 2,15,000 രൂപ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ 84 അടവല്ല, എൻ്റെ 84ാമത്തെ അടവ് അവസാനിക്കുന്നത് അടുത്ത കൊല്ലം, അത് 2026 മെയ് മാസത്തിൽ അവസാനിക്കുമല്ലോ. അതിന് പകരം ഇതെന്ത് ഇത്രയ്ക്ക് പൈസ കൂടുതൽ 95,000 രൂപയോളം കൂടുതൽ നമ്മൾ അടയ്ക്കണം. കൃത്യം 10 മാസം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഒരു സ്ത്രീനെ പറഞ്ഞു ഇത് 2,15,000 നിങ്ങൾ അടയ്ക്കണമെന്ന്. അതായത് അടുത്ത ഡിസംബർ വരെ, അതായത് 2026 ഡിസംബർ വരെ നമ്മൾ അടയ്ക്കണമെന്ന് ഈ 13,708 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ലോൺ തരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് 84 അടവാണ്, 13,708 രൂപ വെച്ചിട്ട് അടയ്ക്കണം കൃത്യമായിട്ട്. അതിന് കൃത്യമായിട്ടുള്ള അടവാണെന്ന് പറഞ്ഞു എല്ലാ മാസം. അപ്പൊ അവര് പറയാ ലോണിന്റെ എമൗണ്ട് കുറയുന്നതനുസരിച്ച് അങ്ങനെയല്ല, കൃത്യമായിട്ടുള്ള അടവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ. അപ്പൊ അവര് പറയാ ഈ റിസർവ് ബാങ്കിന്റെ എന്നോട് പറയണേട്ടാ, റിസർവ് ബാങ്കിന്റെ ഈ ഇതില് പലിശ നിരക്കുള്ള റിപ്പോ നിരക്കും അതൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പൈസ ഇത്രയ്ക്ക് കൂടി കൂടുതൽ അടക്കേണ്ടതെന്ന് പറഞ്ഞു. തുടക്കം അതില് കണ്ടീഷൻസ് ഉണ്ടാവും. റിസർവ് ബാങ്കിന്റെ ഇതിന് ബാധകമായിരിക്കുന്നേ. അല്ല എന്തൊരു തങ്ങിലാട്ടോ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ലോൺ എടുക്കേണ്ട ടൈമില് എത്രയായിരുന്നു പലിശ ഞാൻ ചോദിച്ചു. അപ്പൊ അതിൽ തന്നെ നമുക്ക് തന്നിട്ടുള്ളതിലുണ്ട് 9.65% പലിശ നിരക്ക്. ഇപ്പം എത്രയും ചോദിച്ചു. അപ്പം ആ പെണ്ണ് അത് ഫയലിൽ നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം 9.65. അപ്പം ഞാൻ ചോദിച്ചു അപ്പം എങ്ങനെയാണ് ഞാൻ ഈ 95,000 കൂടി കൂടുതൽ അടയ്ക്കണമെന്ന്. അപ്പം അവർ പറയാ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടയ്ക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് കഴിയുമ്പോൾ എനിക്ക് മറ്റേ NOC മറ്റേ ഇത് തരണം, സർട്ടിഫിക്കറ്റ് തരണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് തരണം, അത്ര എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയാം ഞങ്ങൾക്ക് ഞാൻ നോക്കിയിട്ട് 3 ദിവസം കഴിയുമ്പോൾ വിളിച്ച് പറയാമെന്ന്. അവർ പറയാ എന്തൊരു തട്ടിപ്പണം എനിക്കറിയില്ല കേട്ടോ. എനിക്ക് സാധാരണക്കാരൊക്കെ പറ്റിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയായിരിക്കും വേണമെങ്കിൽ. കാരണം എത്ര അടവ് കൂടുതൽ വരുന്നത്? അപ്പോൾ 7 അടവാണ് കൂടുതൽ വരുന്നത്. 7 അടവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 95,000 രൂപ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിലൊന്ന് പറഞ്ഞോളൂട്ടാ എന്താണെന്ന്. ഞാൻ ബാങ്കിൽ അവർ വിളിച്ചിട്ടില്ല, അവർ വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നുള്ളൂ. ഞാൻ അന്നേരം പറഞ്ഞു ഇനി ഇത്രയ്ക്കും കൂടി അടവുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാറിൻ്റെ അടവ് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ ഇത്രയാണ് കാര്യം. ഇളക്കട്ടെ വെള്ളയില്ലേ ഒന്ന് ആദ്യം വേവിച്ചിട്ടേ അല്ല കഴുകി വാല വെച്ചിട്ട് നന്നായി വെള്ളം വന്നതിന് ശേഷം പരത്തി വെച്ചാൽ മതിയായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല, വെള്ളത്തിൽ ഉണ്ടാവണ്ടേ, അല്ലെങ്കിൽ മുറുകി അതെ വേണ്ടേ? ഫ്രൈ ചെയ്യല്ലോ. അപ്പൊ ഫ്രൈ ഒന്നും അറിയില്ല കേട്ടാ. ഇത് തുന്തുരിന്റെ ബുക്കിൽ കിട്ടിയതല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു വയ്ക്കും, അതിന് വെള്ളം വയ്ക്കുള്ളൂ. അപ്പൊ അതെ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഇവരൊരു പ്രകടനം കാണാം കേട്ടാ. ഈ ചാർലിയുടെ ഒരു പ്രകടനം കാണാം. എനിക്കറിയില്ല, നമ്മൾ ഇന്നാള് പരീക്ഷിച്ച് നോക്കി പരാജയപ്പെട്ട് നാണം കെടുത്തി ഇവർ. അപ്പോൾ അതിൽ നമ്മുടെ റിയാസ് ഒരു കമൻ്റ് ഇട്ടുണ്ടായിരുന്നു, എന്നെ മുതലാളിച്ചിയും അതായത് മുതലാളിയും കൂടിയിട്ട് പ്രേക്ഷകർ ലോക ജനതയുടെ മുന്നിൽ നാണം കെടുത്താൻ ഒരു ശ്രമം നടത്തി വയ്ക്കി. പക്ഷെ ഞാനതിന് നിന്നു കൊടുത്തില്ല. അതായത് അവർ ആകെ ചമ്മിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ റിയാസ് അതായത് ചാർലി പറയുന്നതാണ് കേട്ടോ. ചാർലി പറയുന്ന ഒരു കമൻറ്റാണ്. അപ്പോൾ സരിത ഇന്ന് ഒരു പൊറോട്ട എടുത്തുകൊണ്ടിരുന്നിട്ടാണ്. നല്ല പൊറോട്ടയാണ് അത് സരിതന് വേണ്ട പൊറോട്ട. അപ്പോൾ ഈ പൊറോട്ടയുടെ ആശാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തു നോക്കിയാ ഈ പൊറോട്ട കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ചാർലിക്ക് ഇളകും. ചാർലിയുടെ സ്വഭാവം അറിയാലോ, ഇവൻ ഇമ്രാന് കൊടുക്കില്ല എന്നുള്ളതാണ്. നോക്കട്ടെ. ഇത് ഇത്തവണ നമുക്ക് എന്താണ് സംഭവിക്കുക നമുക്കറിയാം. ഇതിപ്പോൾ വയറ് നിറഞ്ഞ കാര്യം ചിലപ്പോൾ ഇവർ മൈൻഡ് ചെയ്യില്ല. ഇപ്പം എന്നെ ചോറ് കൊടുത്ത് വയറ് നിറഞ്ഞ കാര്യം കേട്ടോ, അത് ഒരു അബദ്ധം പറ്റി. അത് നോക്കി വെക്കാം. ചാർലി കേട്ടാ, ഇതെന്തൊരു സാധനം? പൊറോട്ട. ഇതെന്തൊരു സാധനം? കൊടുക്കണേ കൊടുക്ക് ചേട്ടാ. ഇത് നിനക്ക് അത് തിന്നള്ളിയാ പോയി. അതിനറിയാം, അതതിന് തിന്നാൻ പാടില്ലാന്ന്. അതിനൊക്കെ അടിക്കാൻ പോവാ, തിന്നാൻ പാടില്ല, ഇത് കൊടുക്കാം. അത് ആദ്യമേ പോയി കീഴടങ്ങി, തോലി സമ്മതിച്ചു പോയി. അവിടെ ചെന്ന് കെടുപ്പ അയാള് കണ്ട. എനിക്ക് വേണ്ട ഈ സാധനം. ചാർലി നിന്റെ സാധനം ഇവിടെ എടുക്കണു. അവനോട് ഈ വശത്തേക്ക് വരരുതാ പറഞ്ഞോട് കണ്ട. അത് പോയി കണ്ട. ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ ഞങ്ങള് പറയണ നോണല്ലാന്ന് മനസ്സിലായില്ലേ? നിനക്കുള്ളത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇതാ അതിന് കൊടുക്കണ്ടാ, നിനക്ക് മാത്രം തന്നാ മതിയാ? ഇമ്രാ നോക്കിയാ അത് വിളിച്ചിരിക്കുന്നു. നോക്കിയ പാപം. അവിടുത്തു അമ്മ തൊടാൻ പാടില്ല, നിനക്ക് അധികാരമില്ല എന്നാണ് ചാർലി പറയണത്. അപ്പോൾ ഇതെടുത്ത് കൊടുക്കാം. നിങ്ങൾ അടി. ഇത് ഈ ചാർലിക്ക് കൊടുത്തതേ, ചാർലിക്ക് കൊടുത്തത് ഇമ്രാൻ കൊടുക്കാം. ഇമ്രാനെ ഇതിന്റെ ഇടയിൽ അപ്പൊ അതും കണ്ടേന്ന് ആലോചിച്ചിട്ട് പേടിച്ചിട്ട് നീ ഇത് കഴിച്ചടാ. ദേ അപ്പൊ ഓടിയൊന്നു. അപ്പൊ എന്നുവെച്ചാൽ ഞാൻ ഇത് എടുക്കും. ഇമ്രാൻ നിനക്ക് വേണോടാ അത്? നീ തിന്നോ അത് എന്നാണ് ചോദിക്കണേ. നീ തിന്നോ ധൈര്യട്ടെ, അവ ഒന്നും ചെയ്യില്ല, ഞങ്ങളില്ലേ കേട്ടാ. ഇവൻ ചുക്കില്ല, എന്നാലും പേടിച്ചിരിക്കണ്ട പാവം. എന്നെ കടിക്കോ? പോകാൻ പറ്റിയ കട ദേഷ്യം വരണ്ടാ. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാള് ചാർലി കേട്ടാ. വെള്ളം വറ്റി തുടങ്ങിട്ടാ. അതെ വരാം. തീ കുറയ്ക്കട്ടെ? തീ കുറച്ചോ കണ്ടാ. ഇതാണ് ഇവന്റെ സ്വഭാവം. ചോറ്, കോഴിമുട്ട, അങ്ങനത്തെ എന്ത് സാധനങ്ങളായാലും, പാല്, ബ്രെഡ് ഇട്ട് കൊടുത്തപ്പോ എന്താണാവോ കണ്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ചാർലി പെട്ടെന്ന് ഇമ്രാൻ ആദ്യം കൊടുത്തത് നോക്കിയേ. അതിന് മുന്നിൽ വെച്ചിട്ട് എന്നെ തിന്നണത്, കിടന്നിട്ട് എന്നെ തിന്നണ. അതിന്റെ മേല് മുട്ടി കിടന്നിട്ട് എനിക്ക് എടുക്കാൻ പേടിയിട്ടാ. എടുക്കണ്ട ചേട്ടൻ, കൈമ ചെലപ്പോ കടി കിട്ടും. ഞാൻ എടുക്കണില്ല. ഓടിവാ. അതിനൊരു പൊറോട്ട ചെറിയ കഷ്ണം കൊടുക്കറ. അവൻ കണ്ടാ തിന്നണ നോക്കിയേ. അതാണ് ഇപ്പൊ ഇവന്റെ അടുത്ത് പേടി തൂറി. അതിന്റെ കയ്യിൽ നിന്നൊരു ചവിട്ടണില്ല. വാ നമുക്ക് കോഴി അവിടേക്ക് പോവാ. വെള്ളം വറ്റി തുടങ്ങിയ? വെള്ളമൊക്കെ വറ്റിപ്പോയി. അപ്പൊ തീ കുറയ്ക്ക് കുറച്ചു. നീ ചെറിയ തീയ വെള്ളം, ചെറിയ തീ. അരുതൊരു അബദ്ധം പറ്റിയില്ലേ? അതായത് ഈ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം ഇവിടെ വെളുത്തുള്ളി ഇട്ടിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് ചിക്കൻ ഇടേണ്ടതായിരുന്നേ. എന്തൊരു ചെയ്യാൻ ഇപ്പഴായിട്ടോ സാറല്ലേ. ഇനിയിപ്പോ എന്തൊരു ചെയ്യാ? ഇതിന്റെ വെള്ളമൊക്കെ പറ്റിയില്ല. ഇനി മൂത്തോളയിൽ കിടന്നിട്ട് അതിൽ കിടന്ന് വേവേണ്ടതായിരുന്നു. അപ്പഴാ ഗാർലിക്കിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടാ. എന്നാടാ പൊറോട്ടയ്ക്ക് പകരം ആരോ റൂട്ട് കഴിച്ചിട്ട് നീ തൃപ്തി അടയൂ. അപ്പൊ നമ്മള് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇങ്ങനെ കുനുകുനെ അരിഞ്ഞത് കേട്ടാ. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ടതായിരുന്നു, ഞാൻ ഇടാൻ മറന്നു പോയതാണ് കേട്ടാ. ഇതിപ്പോ ഇനിയിപ്പോ ഇതിൽ കിടന്ന് അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പച്ചമുളകോ അത് ഇടണോ? പച്ചമുളക് ഇടാനുള്ളതല്ല, അലങ്കരിക്കാനുള്ളത്. ഈ മല്ലിയിലയും സബോളയും ഇതൊന്ന് അരിഞ്ഞ കുനുകുനെ. എന്തിനാ കുഴപ്പമില്ല, അത് മൂത്തോളയിൽ കിടന്നിട്ട് കണ്ടാ. അതെ വെളുത്തുള്ളി. അപ്പം അങ്ങനത്തെ ഒരു പിഴവ് പറ്റി. ഞാൻ അതിൻ്റെ വർത്തമാനത്തിൽ വർത്തമാനം പറയേണ്ട കാര്യത്തിനെ കുറിച്ചിട്ട് അവരെ പൊറോട്ട തീറ്റ കഴിഞ്ഞാ ഇങ്ങോട്ട് വന്ന് നോക്കാം. അവിടെ പൊറോട്ട തിന്നിട്ടില്ല. അപ്പോഴേക്കും ഇവിടെ ബിസ്ക്കറ്റ് കൊടുക്കാണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്ന ആള് സോഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചോണ്ടേ. അയ്യോ ഇവിടെ ഇരിക്കട്ടെ, കൈ എടുക്കട്ടെ. എന്നിട്ട് അരിയാളെന്ന് ഇതാടാ. ഇനി ഇത് ഇളക്കാട്ടെ നമുക്ക്. ഇതിപ്പോൾ ഇത് മൂത്തുണ്ട് ഒരു വിധം. ഇനി ഇതിൽ കിടന്ന് മൊരിഞ്ഞോളൂ. കുഴപ്പമില്ലല്ലോ സരിത? കുഴപ്പമില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്ന് തന്നെ പറയാല്ലാണ്ട് എന്ത് ചെയ്യാം. അതെന്തായാലും അതിൽ കിടന്ന് വേവണ ആ ഒരു ടേസ്റ്റ് വരില്ല. ഒരു സബോള പൊടി അരിഞ്ഞു വയ്ക്കണം. പുതിന അല്ല മല്ലിയില അരിഞ്ഞു വയ്ക്കണം. പിന്നെ ഇതിനൊന്നും പേര് പറയാൻ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞു വയ്ക്കണം. ഇത്ര വേണ്ട.
ഓ നല്ല മണണ്ട് എന്നിട്ട് എന്നെ കിടന്ന് ആട്ടണം. ആ അതരീനന്റെ ഇതിലൊന്നുമില്ലേ നാണാവില്ലേ ആണുങ്ങളുടെ വില കളയാനായിട്ട്. അത് ചുക്കിലേ അത് പറഞ്ഞു അതിന് 2 ബിസ്ക്കറ്റ് കൂടി കൊടുക്ക് പാവം. അത് ചെറുതല്ലടാ, അവനെ പേടിപ്പിക്കാൻ പറ്റിയില്ല നിനക്ക്. 2 ബിസ്ക്കറ്റ് തന്നു. ചാർലി അവിടെ ഓടി വരുന്നത് ബിസ്ക്കറ്റ്. അതാ അവൻ നീയപ്പം തന്നെ ഓടി വരുന്നത്. നിനക്ക് വരണം. അത് തിന്നോ എന്നാ എടുത്തോ. അതിൻ്റെ അപ്പുറത്ത് അതും കൊണ്ട് ഓടി. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കത്തിക്ക് മൂർച്ചയില്ല ചേട്ടാ. എനിക്ക് മറ്റേ കത്തി കൊണ്ട് അരിയാൻ ഇഷ്ടം. ആ പോളിഗാർഡിന്റെ എന്ത് സുഖം. എവിടെ അകത്തി പോണ്ടേ നീ? നമ്മുടെ ചിക്കനെ ഇളക്കിക്കൊണ്ടിരിക്കണ ഇടയ്ക്കിടയ്ക്ക്. ഈ എല്ലില്ലാത്ത കഷ്ണങ്ങളായാണ്. അധികം ഇല്ലല്ലോ, അതേനം പെട്ടെന്ന് ഉള്ളൊക്കെ വെന്തുണ്ടാവും. ഈ സൈഡിൽ ഈ കാറ്റ് വരുന്നുണ്ട കാരണമുണ്ട് ഇവിടെ ഒന്ന് പിടിക്കുന്നത്. ഉണ്ട് ബ്രൗൺ കളർ ആവണം. ഇതേ പാത്രം ബ്രൗൺ കളറായിണ്ട്. അത് മതിയാ. മല്ലിയിലയും ഇതും അരിഞ്ഞിരിക്കുക. മല്ലിയില കുറേ ഉണ്ടല്ലോ, അതൊക്കെ അരിയണ. പകുതി മതി. നല്ല രസമല്ല കേട്ടോ. ഞാൻ ചെറിയൊരു കഷ്ണം തിന്നു. ഉപ്പ് കറക്റ്റാട്ടാ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് സാധനം. ഒരു മിളകും കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്തിട്ടില്ല. ജഗ് സ്കൂൾ വിട്ട് വരാറായിണ്ട്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട സരിത ആയിട്ടാ ഏകദേശം ആയിൻ്റെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി വിതരണം. ഇതാണ് ആകപ്പാടുള്ള ഇതിലേക്കുള്ള എരിവ് കേട്ടോ. ഇളക്കിക്കോ. എന്താ പറയുക സ്പ്രിങ് ഓണിയൻ ഇടണം കേട്ടോ. സ്പ്രിങ് ഓണിയൻ ഇട്ടിട്ട് ഇളക്കണം സരിത. തീയാണെങ്കിൽ ഓഫ് ചെയ്യാം. നമുക്ക് തീ ഓഫ് ചെയ്യാൻ. ഓയിൽ വളരെ കുറവാണ് എടുത്തിട്ടുള്ളത്. അത് സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ട് ചേട്ടൻ കുറച്ചതാ. അത് ശരിക്കും അങ്ങനെ കുറയ്ക്കണം. കുറവാണോ? അതിൽ 2 ടീസ്പൂണാണ് പറഞ്ഞു പോണത്. ചേട്ടൻ എന്തോ എടുത്തു? ഞാൻ 1 ടീസ്പൂൺ എടുത്തു. പക്ഷേ ഈ ചിക്കൻ കൂടുതലുണ്ടല്ലോ. അല്ല ചിക്കൻ കൂടുതലുണ്ടല്ലോ. അതിന് അവർ പറഞ്ഞേക്കളും കൂടുതൽ ചിക്കൻ ഉണ്ട്. അതിലെന്തോരാ? അതിൽ 275 ഗ്രാമാ അത്രയായിട്ടുള്ള കണക്ക്. ഇതൊരു 400 ഗ്രാമിൻ്റെ അടുത്തുണ്ട്. തീ കെടുത്തിട്ടാ നോക്കിയാൽ തീ കെടുത്തി. അപ്പോൾ നമ്മൾ ഈ സാധനമല്ലേ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് തട്ടിയ തരുതേ കയ്യിൽ ചേട്ടൻ്റെ പിടിക്ക്. കഴിഞ്ഞു. ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞില്ലേ? ഓക്കെ. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാട്ടാ. അല്ല എനിക്ക് മറ്റേ സലീംകുമാർ പറയില്ലേ ഇതിൽ പറയില്ലേ. ഇനി ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബോളയില്ലേ ഇങ്ങനെ കൊത്തിയരിഞ്ഞത് അത് ഇതിന്മേ വിതറണം. ഇങ്ങനെ ഇത് ഏത് രാജ്യത്തെയാണോ എവിടത്തെയാണോ ഒന്നും അറിയില്ല കേട്ടാ. ചിക്കൻ ബീറ്റ്സ് പേര്. അപ്പോൾ ഇതിട്ടു. ഇനി ഇതിൻ്റെ മീതെ ഇതേ മല്ലിയില വിതർന്നു. അധികം വേണ്ട, അത്രയ്ക്ക് മതി. ഇനി അടുത്തത് യൂട്യൂബിലില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ ഒരെണ്ണം അതിൻ്റെ മീതെ പിഴിഞ്ഞൊഴിക്കാം. വേണ്ട ചേട്ടാ, അവിടെ വെച്ചാൽ മതി. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മലർത്തി വെച്ചു. ആവശ്യമുള്ളവര് അവരെ പാർട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചോട്ടെ. എന്നാൽ ഭംഗിക്കായിട്ട് 2 ഒരു സൈഡിൽ വെക്കും. ഇനി പച്ചമുളക് വയ്ക്കും. പച്ചമുളകും ഇങ്ങനെ വെച്ചോ സൈഡിൽ തന്നെ. പിന്നെ ഇത് നമ്മുടെ പച്ചമുളക് ഇട്ടാ. നമ്മുടെ കൃഷി ചെയ്തെടുത്ത പച്ചമുളകല്ല. നമ്മൾ അത് വാങ്ങിക്കുമ്പോൾ അതുമേ റെഡിയിൽ കൊണ്ടുവന്ന പച്ചമുളക് നമ്മൾ മിഞ്ഞാത്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുന്നുണ്ട്. ആ പച്ചമുളക് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. പച്ചമുളക് എങ്ങനെയൊക്കെ അത് വെറുതെ ഇങ്ങനെ ഈ അരുത്ത് ഇങ്ങനെ വെച്ചാൽ മതി. എങ്ങനെ അരുത്ത്? ഇതിന്റെ അടുത്തായിട്ട് ഇങ്ങനെ വെച്ചാൽ മതി വെറുതെ. എനിക്ക് ഒരുമിച്ച് വയ്ക്കത്, ഒരുമിച്ചിരുന്നോട്ടെ. സാധനം റെഡി. എന്താ എൻ്റെ പേര്? ഓറിയന്റൽ ചിക്കൻ ബീറ്റ്സ്. ഇത് യൂട്യൂബിൽ ഇല്ലാട്ട ഈ സാധനം. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ തുന്തുരിൻ്റെ നിന്ന് കോപ്പി അടിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ ഈ സാധനം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോട്ടെ. സാർ ഇത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യണ്ട. അതിൻ്റെ ചെറുനാരങ്ങ ഇതുണ്ടെങ്കിൽ എടുത്താൽ മതി. ചേട്ടാ ചെറുനാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞ് വിളിച്ചോ. ചൂടാറിയില്ലേ?
ഒരു പച്ചമുളക് ഇടയ്ക്ക് കഴിക്കാം. കടിച്ചോ, എനിക്ക് വേണ്ട. എങ്ങനെയുണ്ട്? രസമല്ലേ? നല്ല രസമല്ലേ? ആ, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സാധനം ഇല്ലേ? സബോളയും ഇതും കൂടി ചേർത്ത് കഴിക്കുമ്പോഴേ ഉപ്പ് തരി കൂടുതൽ പോലെ. എരിവില്ല, എരിവ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ? എരിവ് ഇതിന് ഉണ്ടാവില്ല അധികം. ഇത്തിരി പാത്തു ചേട്ടനുണ്ടോ? പാത്തു ഈ സൈഡിൽ ഇത്തിരി ചേർന്നറിയാം കേട്ടാ. ഇളക്കി കയ്യിലോണ്ട് നിൽക്കാം. സബോള ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ? ചെറുനാരങ്ങ വെച്ച് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ഉണ്ട്. പുളി വരില്ലേ? ചിലവർക്ക് അത് ഇഷ്ടമാവും, എനിക്ക് ഇഷ്ടമില്ല അത്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം? ആ, ഉണ്ടാക്കാനും സുഖം അല്ലേ? ഉണ്ടാക്കാൻ സുഖം, ടേസ്റ്റ് നല്ല ടേസ്റ്റ്, അടിപൊളി. ഇനി ജഗ് വരുമ്പോൾ